ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസൈൻ an isolated square column footing for an eccentrically loaded column for the following data. Column size 300 by 500 mm, PU 1000 kilonewton, MUXS 120 kilonewton meter, SPC 200 kilonewton per meter square, FCK 20 newton per millimeter square, FY 415 newton per millimeter square. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ അഡീഷണൽ ആയിട്ട് വന്ന ടേം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ MUXX എന്ന് പറയുന്ന ഒരു ടേം ആ ഒരു കോളത്തിൽ അഡീഷണലി വന്നിട്ടുണ്ട് അല്ലെ. അതായത് ഒരു പർട്ടിക്കുലർ ബെൻഡിങ് മൊമെന്റ്, അതായത് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ബെൻഡിങ് മൊമെന്റും കൂടി ആ ഒരു കോളത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കോളത്തിൽ ഒരു പർട്ടിക്കുലർ ബെൻഡിങ് മൊമെന്റ് വരിക എന്ന് പറയുന്നത് ആ ഒരു കോളം എന്ന് പറയുന്നത് അതിൽ ആക്സിൽ ലോഡ് മാത്രമല്ല ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റിയില് ആണ് ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ആ രീതിയിലാണ് എക്സെൻട്രിക് ആയിട്ടുള്ള കോളം ആണ്, അതായത് ആക്സിലി വരുന്ന ലോഡല്ല അല്ലെങ്കിൽ സിമെട്രിക്കൽ ആയിട്ടുള്ള കോളം അല്ല, ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിലി ലോഡഡ് അല്ല, പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റിയിൽ ഈ ലോഡ് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോളത്തിന്റെ സെൻട്രോയിഡും ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും ഒരേ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ടൈപ്പായിരുന്നു അല്ലെ. അതായത് വെറും ആക്സിൽ ലോഡ് മാത്രം വരുന്നതായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റി വരും എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സെൻട്രോയിഡ്, അതായത് കോളത്തിന്റെ സെൻട്രോയിഡും അതുപോലെ ആ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും ഒരേ സ്ഥലത്തായിരിക്കില്ല, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അഡീഷണലി വരുന്ന ടേം MUXX എന്ന് പറയുന്ന ഒരു ടേം ഇതിന്റെ അകത്ത് അഡീഷണലി വരുന്നുണ്ട്. കോളം സൈസ് റെക്ടാങ്കുലർ ആയിട്ടുള്ള കോളം ആണ്. PU ആക്സിയൽ ലോഡ് ഡയറക്റ്റ് അല്ല തന്നിട്ടുള്ളത്, ഡിസൈൻ ലോഡ് അല്ലെ, PU എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഡിസൈൻ ലോഡാണ് ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ആക്സിയൽ ലോഡ് അല്ലെങ്കിൽ വർക്കിംഗ് ലോഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ PU എന്നുള്ള ലോഡിനെ ഡിവൈഡ് ബൈ 1.5 ചെയ്തിട്ട് അവിടെ വരുന്ന വർക്കിംഗ് ലോഡ് ആക്കി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിലേക്ക് വരണം. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി FCK FI ഒക്കെ ആസ് നോർമൽ തരുന്ന പോലെ തന്നെ. അപ്പൊ ഈ ഒരു റെക്ടാങ്കുലർ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ക്വയർ കോളാണ് ഇവിടെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം, ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഗിവൺ ഡാറ്റ ഞാൻ ഇവിടെ എടുത്ത് എഴുതി. കോളം സൈസ് 300 by 500 mm, PU 1000 kilonewton. ഓക്കെ, ദാറ്റ് ഈസ് 1.5 WC എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ WC എന്ന് പറയുന്നത് 1000 ഡിവൈഡ് ബൈ 1.5 ആണ്. MUXX 120 kilonewton meter. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി Q0 200 kilonewton per meter square, FCK 20 newton per millimeter square, FY 415 newton per millimeter square. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 1, ഏരിയ ഓഫ് ഫൂട്ടിംഗ്. Okay, let the load PU be at an eccentricity EX from the centroidal axis of the column with respect to X axis. Okay, so PU എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റി EX എന്ന് പറയുന്ന എക്സെൻട്രിസിറ്റിയിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എടുക്കാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് EX എത്രയായിരിക്കും? നമ്മൾ മുന്നേ കോളത്തിന്റെ കേസ് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ലോഡും ഒരു മൊമെന്റും ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലോഡിനെ ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ലോഡും ആ ഒരു മൊമെന്റും വരുന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അതിന് ഇക്വലന്റ് ആയിട്ട് ലോഡും ഒരു മൊമെന്റും ലോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന് ഇക്വലന്റ് ആയിട്ട് ഒരു ലോഡ് ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റിയിൽ ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതായത് ലോഡ് PU എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റിയിലാണ്. അപ്പൊ അതിന്റെ സെൻട്രോയിഡുമായിട്ട് ഒരു പർട്ടിക്കുലർ മൊമെന്റ് വരും. ആ മൊമെന്റ് ആണ് 120 kilonewton meter. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഇവിടെ എടുക്കുകയാണ്. EX എക്സെൻട്രിസിറ്റി അലോങ് X ആക്സിസ് നമുക്കറിയാം. ഇത് നമ്മൾ കോളത്തിൽ സ്ഥിരം യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. MU by PU എന്ന് പറയുന്ന ഇക്വേഷൻ, ദാറ്റ് ഈസ് MUX by PU. MUX 120 kilonewton meter ആണ്. ഓക്കെ, അതുപോലെ PU kilonewton ആണ്. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിൽ കിട്ടും. EX എന്ന് പറയുന്നത് 0.12 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇൻറ്റു 10⁶6 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 10⁻³ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് MM എന്നുള്ള രീതിയിൽ കിട്ടും. ഇത് രണ്ടും കിലോന്യൂട്ടനിലാണ്, രണ്ടും കിലോന്യൂട്ടന്റെ ടേംസിലാണ് മൊമെന്റും PU ഉള്ളത്. കിലോന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് മീറ്ററിലാണ് EX കിട്ടുക. അപ്പൊ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0.12 മീറ്റർ ആണെന്നുള്ളത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് മുമ്പായി ഞാൻ ജസ്റ്റ് ഈ ഒരു എക്സെൻട്രിസിറ്റി എത്രയാന്നുള്ളത് ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഏരിയ ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നതാണ്. WC പ്ലസ് WF ഡിവൈഡ് ബൈ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇവിടെ PU എന്ന് പറയുന്നത് 1.5 WC ആണ്. അപ്പൊ WC എന്ന് പറയുന്നത്
1000 divided by 1.5 kilonewton. ഓക്കെ, റേറ്റ് ഓഫ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് WC-ന്റെ 10% ആണ്. അപ്പൊ 1000 divided by 1.5-ന്റെ 10%, അതായത് 10 divided by 100 into 1000 by 1.5. ഓക്കെ, 1000 by 1.5 എന്ന് പറയുന്നത് എത്രയാ? 666.67 ആണ്. അതുപോലെ WF എന്ന് പറയുന്നത് 100 by 1.5 ആണ്, ദാറ്റ് ഈസ് 66.67 ആണ്. ഓക്കെ, ആ വാല്യൂസ് ഡയറക്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ബേസ് ഏരിയ റിക്വയർഡ് എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ WC plus WF divided by Q0. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ കൊടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ ഇസ് ഈക്വൽ ടു 1000 plus 100, 1100 divided by 1.5. ഓക്കെ, അല്ലെങ്കിൽ 666.67 plus 66.67 divided by 200 അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ 1100 divided by 1.5 into 200, ദാറ്റ് ഈസ് 3.67 മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ 3.67 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ അഡീഷണലി ചെയ്തതെന്ന് പറഞ്ഞാൽ ആ എക്സെൻട്രിസിറ്റി എത്രയാന്നുള്ള ഇവിടെ ഏരിയ കണ്ടുപിടിക്കുന്നതിന്റെ കൂടെ തന്നെ അങ്ങോട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അതായത് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റിയിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് അഡീഷണൽ ഒരു മൊമെന്റ് വരുന്നത് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഞാൻ ആ എക്സെൻട്രിസിറ്റി എത്രയായിരിക്കും, അതായത് ഈ ഒരു മൊമെന്റിന്റെ വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ ഈ PU എത്ര എക്സെൻട്രിസിറ്റിയിലായിരിക്കും ആക്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. അപ്പം എനിക്ക് EX എന്നുള്ള 0.12 മീറ്റർ കിട്ടി. അപ്പൊ ഈ സ്റ്റെപ്പിൽ ഞാൻ ബേസ് ഏരിയ റിക്വയർഡ് ഞാൻ ഇക്വേഷൻ പ്രകാരം WC plus WF by Q0 എന്നുള്ള ഇക്വേഷൻ പ്രകാരം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 3.67 മീറ്റർ സ്ക്വയർ എന്നുള്ള രീതി കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ സൈസ് ഓഫ് ദ ഫൂട്ടിങ്ങിന്റെ സൈസ് എടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സ്ക്വയർ ഫൂട്ടിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യാൻ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ക്വയർ കോളം ഫൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ കിട്ടിയിരിക്കുന്ന റിക്വയർഡ് ഏരിയന്റെ റൂട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്തെടുത്താൽ മതി അല്ലെ. അപ്പൊ സൈഡ് ഓഫ് സ്ക്വയർ ഫൂട്ടിംഗ് ഇസിക്കൽ റൂട്ട് 3.67 ചെയ്തപ്പോൾ 1.916 മീറ്റർ എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പൊ ഞാൻ റൗണ്ട് ചെയ്തിട്ട് അതിനെ 2 മീറ്റർ by 2 മീറ്റർ എന്നുള്ള ഫൂട്ടിംഗ് സൈസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, therefore provide 2 മീറ്റർ by 2 മീറ്റർ ഫൂട്ടിംഗ് ബേസ്. അപ്പൊ നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്തിരുന്നു ദ കോളം ഈസ് അറ്റ് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 0.12 മീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഫൂട്ടിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. അതായത് ഈ കോളം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ നമുക്കിവിടെ ഈ ലോഡ് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0.12 മീറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ ഈ കോളവും ഫൂട്ടിങ്ങും തമ്മിൽ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ അകത്ത് ഈ കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അതായത് ഇപ്പൊ ആ കോളത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.12 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള മാറ്റം. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇവിടെ നമുക്ക് എക്സെൻട്രിസിറ്റി, അതായത് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് കോളത്തില് ഒരു 0.12 മീറ്റർ മാറിയിട്ടാണ് അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഈ എക്സ് എന്ന് പറയുന്നത് 0.12 കിട്ടിയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ എക്സെൻട്രിസിറ്റി കിട്ടിയിട്ടുള്ള ഒരു കോളം ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് ഉണ്ടാവുമല്ലോ, ഫൂട്ടിങ്ങിന് ഒരു സെൻട്രോയിഡ് ഉണ്ടാവും, അതുപോലെ ഈ കോളത്തിന്റെ സെൻട്രോയിഡും ഉണ്ടാവും. ഈ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും ഈ കോളത്തിന്റെ സെൻട്രോയിഡും തമ്മിൽ ഈ 0.12 മീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് രണ്ടിന്റെ ലൊക്കേഷൻ ഒന്നായിരിക്കില്ല. നമ്മൾ ഇതുവരെ ചെയ്തത് കോളത്തിന്റെ സെൻട്രോയിഡും അതുപോലെ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും ഒരേ ലൈനിൽ വരുന്ന രീതിയിലാണ്. എന്നാൽ ഇവിടെ കോളത്തിന്റെ സെൻട്രോയിഡും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും തമ്മിൽ എത്രയാണോ ആ കോളത്തിൽ വരുന്ന എക്സെൻട്രിസിറ്റി, ആ എക്സെൻട്രിസിറ്റിന്റെ വാല്യൂ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ വേണം നമ്മൾ കോളം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഫൂട്ടിങ്ങിന്റെ അകത്ത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫൂട്ടിംഗ് കിട്ടിയിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 2 മീറ്റർ by 2 മീറ്റർ ആണ്. അപ്പൊ 2 മീറ്റർ by 2 മീറ്ററിന്റെ സ്ക്വയർ വരച്ചതിന് ശേഷം ഈ കോളം ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഈ കോളത്തിന്റെ സെന്ററും അതുപോലെ ഫൂട്ടിങ്ങിന്റെ സെന്ററും തമ്മിൽ 0.12 മീറ്ററിന്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ അതിനനുസരിച്ച് ഞാനിവിടെ ഫിഗർ വരയ്ക്കാം. ഇപ്പം പറഞ്ഞ പോലെ ഞാൻ ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫൂട്ടിങ്ങിന്റെ ഡയഗ്രാം കാണാം താഴെ. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 2 മീറ്റർ by 2 മീറ്റർ ആണ്. ഓക്കെ, ആ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് ഞാൻ വരച്ചു. ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്ന കറക്റ്റ് രണ്ട് സൈഡിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ടാണ് ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് വരുന്നത്. അപ്പൊ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് ഞാൻ ഇവിടെ ഈ ഡോട്ടർ ലൈൻ, ഈ വലിയ ഡോട്ടർ ലൈൻ ഇട്ടിട്ട്, നീളം കൂടിയ ഡോട്ടർ ലൈൻ ഇട്ടിട്ട് ഞാൻ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് കോളത്തിന്റെ സെൻട്രോയിഡ് എത്രയാണോ നമ്മൾ ആ കോളത്തിൽ വരുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സെൻട്രിസിറ്റി വന്നത്, ആ ഒരു എക്സെൻട്രിസിറ്റി മാറിയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അപ്പൊ കോളത്തിന്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ
ഞാനിവിടെ ലെങ്ത് കൂടിയ കോളത്തിന്റെ സൈഡാണ് വരയ്ക്കുന്നത്. കാരണം ഇത് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചാലാണ് മാക്സിമം ബെൻഡ് മൊമെന്റും അതുപോലെ തന്നെ വൺ വേ ഷിയർ ഒക്കെ മാക്സിമം വരിക ഈ ഒരു ഡയമെൻഷൻ നീളം കൂടിയ ഡയമെൻഷൻ വെച്ച് വരയ്ക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ റെക്ടാങ്കുലർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം രണ്ട് സൈഡ് എടുത്ത് ചെയ്തില്ലെങ്കിലും ആ മാക്സിമം വരുന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സെൻട്രിസിറ്റിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ആ സെൻട്രോയിഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വരുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ രണ്ട് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കേസ് വരുന്നില്ല. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി. റെക്ടാങ്കുലറിന്റെ കേസിൽ ഏതാണ് വലിയ സൈഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സെൻട്രിസിറ്റി എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം ആ ഒരു സൈഡ് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്ത് സേഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അനദർ സൈഡും സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ഫൂട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രോയിഡ് മാർക്ക് ചെയ്തു. അത് ഞാൻ നേരത്തെ പറഞ്ഞു 1 മീറ്റർ മാറിയിട്ടാണ്. ഇനി ഇവിടെ ഞാൻ കോളം ലൊക്കേറ്റ് ചെയ്യാണ്. കോളം ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോളത്തിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ 0.5ന്റെ ഹാഫിലായിരിക്കും. അതായത് ഈ എൻഡിൽ നിന്ന് 0.25 ഇവിടുന്ന് 0.25 മാറിയിട്ടായിരിക്കും. അത് ഞാൻ ലൊക്കേറ്റ് ചെയ്തു. അപ്പം ഇത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ കോളത്തിന്റെ സെൻട്രോയിഡും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും തമ്മിൽ 0.12 മീറ്ററിന്റെ ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കോളത്തിന്റെ സെൻട്രോയിഡും ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡും തമ്മിൽ 0.12 മീറ്ററിന്റെ വ്യത്യാസം ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചായിരിക്കും മേലോട്ടേക്ക് വരുന്ന സമയത്ത് ഈ കോളം വരിക. അപ്പൊ ഇതിനനുസരിച്ച് ഞാൻ ഇവിടെ വരച്ചു 1 മീറ്ററിൽ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ്. എന്നാൽ കോളത്തിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടുന്ന്, അതായത് ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡിന് 0.12 മീറ്റർ മാറിയിട്ടായിരിക്കും. ഓക്കെ, അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കോളത്തിന്റെ സൈസ് 0.5 മീറ്റർ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ വരച്ചത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ്. ഓക്കെ, ലൊക്കേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ഞാൻ 2 മീറ്ററിൽ ആ ഫൂട്ടിങ് വരച്ചു. ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡ് 1 മീറ്റർ രണ്ട് സൈഡിൽ നിന്ന് മാറിയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് കോളത്തിന്റെ സെന്റർ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ലോങ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിന്റെ സെൻട്രോയിഡ് വരുന്നത് 0.25 മാറിയിട്ടാണ് രണ്ട് സൈഡിൽ നിന്നും. ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡിന് 0.12 മീറ്റർ മാറിയിട്ടാണുള്ളത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ബാക്കിയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ബാക്കിയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഈ ഒരു ഡിസ്റ്റൻസ് 0.87 ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 0.87 എങ്ങനെയാ കിട്ടുക? 0.87 എങ്ങനെയാ കിട്ടുക? അതായത് ഇവിടം തൊട്ട് ഇതുവരെ 1 മീറ്റർ ആണ് അല്ലെ എനിക്ക് വേണ്ടത്. അതായത് ഈ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 0.87 കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാ കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അല്ലെ. അതായത് ഇപ്പം ഇത് 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ പ്ലസ് 0.12 ഓക്കെ മൈനസ് 0.5/2 എടുത്താൽ മതി. ഓക്കെ, അതായത് എനിക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെ 1 മീറ്റർ ആണ്. പ്ലസ് 0.12 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, ഇതിന്റെ അകത്തുനിന്ന് 0.25 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0.25 മൈനസ് ചെയ്താൽ എനിക്ക് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എനിക്കറിയാം 1 മീറ്റർ ആണ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എനിക്കറിയാം 1 പ്ലസ് 0.12 അതായത് 1.12 ആണ്. എനിക്ക് വേണ്ടത് ഇവിടം തൊട്ട് ഇതുവരെയുള്ളതാണ്. അപ്പൊ ഇവിടുന്ന് ഈ ഒരു വാല്യൂ മൈനസ് ചെയ്താൽ മതി. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇത് 0.5ന്റെ ഹാഫിലാണ് ഈ വാല്യൂ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടം തൊട്ട് ഇതുവരെ 0.25 ഇവിടം തൊട്ട് ഇതുവരെ 0.25 ആണ്. അപ്പം ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ അതായത് 1 പ്ലസ് 0.12 മൈനസ് 0.25 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കിട്ടും. അതാണ് 0.87 എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ വരയ്ക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്. കോളം ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, കോളം ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡിന് എത്രയാണ് എക്സെൻട്രിസിറ്റി വരുന്നത് അത് വരുന്ന രീതിയിൽ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ആ ഫേസ് ഓഫ് ദ കോളത്തുനിന്ന് ഫ്രീ എൻഡിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 0.87 എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ആസ് യൂഷ്വൽ ഓയിൽ പ്രഷർ ഡ്യൂ ടു ഫാക്ടേർഡ് കോളം ലോഡ് ആണ്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1000 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഓൾറെഡി ഫാക്ടേർഡ് ആയിട്ടുള്ള ലോഡ് തന്നെയാണ് അല്ലെ. അപ്പം 1.5 WC ബൈ ഏരിയ പ്രൊവൈഡഡ്. അപ്പൊ 1.5 WC എന്ന് പറയുന്നത് 1000 ആണ്. ഡിവൈഡ് ബൈ ഏരിയ പ്രൊവൈഡ് എന്ന് പറയുമ്പോൾ 2x2 അല്ലെ. 2 മീറ്റർ അല്ലേ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഫൂട്ടിങ്ങിന്റെ സൈസ്. ഓക്കെ, അപ്പൊ 2x2 ചെയ്ത് കഴിഞ്ഞാൽ 250 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോയിൽ പ്രഷർ 250 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു.
ഇനി നമുക്കറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെപ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 ക്രൈറ്റീരിയാസ്: 1 വേ ഷിയർ ക്രൈറ്റീരിയൻ, 2 വേ ഷിയർ ക്രൈറ്റീരിയൻ, ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയൻ. ഓക്കെ, അപ്പൊ നമുക്ക് 1 വേ ഷിയർ ക്രൈറ്റീരിയൻ പ്രകാരം ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അതിലൊക്കെ ഈ ഒരു ഫിഗർ ആണ് വരുന്നത്. അപ്പൊ ഫിഗർ ആദ്യത്തത് കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിനനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റെപ്പ് 4, ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ്. ഫസ്റ്റ് വൺ ബൈ 1 വേ ഷിയർ. ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. ഓക്കെ, അപ്പൊ ഫേസ് ഓഫ് ദ കോളത്തിന് d ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. അപ്പൊ ഫേസ് ഓഫ് ദ കോളത്തിന് d ഡിസ്റ്റൻസ് മാറിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ കോളമൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫൂട്ടിങ്ങിന്റെ സെന്ററോടും അതുപോലെ തന്നെ കോളത്തിന്റെ സെന്ററോടും തമ്മിൽ 0.12 മീറ്റർ വ്യത്യാസമുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഫേസ് ഓഫ് ദ കോളത്തിന് d ഡിസ്റ്റൻസ് മാറിയിട്ട് ഞാൻ ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തു. അപ്പൊ ഈ ഫേസ് ഓഫ് ദ കോളം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ മുന്നത്തെ ഫിഗറിൽ വരച്ചിരുന്നു അല്ലെ, 0.87 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഡിസ്റ്റൻസ് വരിക? ഫ്രീ എൻഡ് എന്നാണെങ്കിൽ 0.87 മൈനസ് t എന്ന് പറഞ്ഞെടുത്താൽ മതി അല്ലെ, ഈ ഒരു ഡിസ്റ്റൻസ് ആയി. ഇവിടെ തൊട്ട് ഇതുവരെ ഫേസ് ഓഫ് ദ കോളം വരെ 0.87 ആണ്. ഓക്കെ, എന്നാൽ ഈ ഒരു സെക്ഷനിലേക്ക് 0.87 d പോയാൽ മതി. അങ്ങനെ നമുക്ക് ഇതിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഞാൻ ഇതിന്റെ സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ ഫിഗർ വരച്ചു, കോളത്തിന്റെ കാര്യങ്ങളൊക്കെ വരച്ചു. ഇനി ഞാൻ എക്സ്റ്റേണലി, അതായത് സോയിൽ പ്രഷർ കാരണം വരുന്ന ഷിയർ ഫോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സും ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. എന്നിട്ട് രണ്ടും ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ വി യു അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ, അതായത് d ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് നമുക്കറിയാം. ഇക്വേഷൻ പി യു ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ എന്നുള്ളതാണ്. അപ്പൊ പി യു എന്ന് പറയുന്നത് 250 ആണ്. ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഈ പോർഷൻ അല്ലെ ഷെയ്ഡഡ് ഏരിയ. അപ്പൊ ഇത് 2 ആണ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.87 മൈനസ് t എന്നുള്ളതാണ്. അപ്പൊ 250 ഇൻറ്റു 2 ഇൻറ്റു 0.87 മൈനസ് t. ഓക്കെ, അപ്പൊ 250 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 500 ഇൻറ്റു 0.87 മൈനസ് t കിലോ ന്യൂട്ടൺ ആയിരിക്കും പി യു അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ വരിക, ആ സോയിൽ പ്രഷർ കാരണം. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ്. അപ്പൊ ഞാൻ PT 0.25 അസ്യൂം ചെയ്തു. M20 കോൺക്രീറ്റ് ആണ്. അപ്പൊ ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.36 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ വി സി എന്ന് പറയുന്നത് നമുക്കറിയാം, വി സി ഇസ് ഈക്വൽ ടു ടോസി ഇൻറ്റു ബി ഇൻറ്റു ഡി അല്ലെ, അതായത് ടോസി ഇൻറ്റു ബി ഇൻറ്റു ഡി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്നത് എത്രയാ? 2 മീറ്റർ ആണ്. ടോസി എന്ന് പറയുന്നത് നമുക്ക് ഈ 0.36 കിട്ടിയിട്ടുണ്ട്. B2 D എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത്. ഓക്കെ, അപ്പൊ ഇവിടെ 0.36 എടുത്തു. 0.36 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആ. അപ്പൊ അതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാക്കാൻ 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു 2. ബി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഡി ആയിട്ട് തന്നെ എടുത്തു, കിലോ ന്യൂട്ടണിലാണ്. അപ്പൊ വി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ വി യും വി സി തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്. വി യു ഇതാണ്, വി സി ഇതാണ്. ഓക്കെ, അപ്പൊ അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 500 ഇൻറ്റു 0.87 മൈനസ് ടി ഇസ് ഈക്വൽ ടു 0.36 ഇൻറ്റു 2 ഇൻറ്റു 10⁻³ ഇൻറ്റു ഡി. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 500 ഇൻറ്റു 0.87 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 435 കിട്ടും. 500 ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 500 ഡി കിട്ടും. ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.36 ഇൻറ്റു 2 ഇൻറ്റു 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ 720 എന്ന് പറഞ്ഞാൽ കിട്ടുക. 720 ഡി എന്ന് പറഞ്ഞാൽ കിട്ടുക. അപ്പൊ 720 ഡി ഇവിടെ മൈനസ് 500 ഡി ഉണ്ട്. അതിപ്പുറത്തേക്ക് വരുമ്പോ ഓക്കെ 500 ഡി മൈനസിലുണ്ട്. അതിപ്പുറത്തേക്ക് വരുമ്പോ പ്ലസ് 500 ഇൻറ്റു ഡി എന്നാവും. ഓക്കെ, അപ്പം 720 ഡി പ്ലസ് 500 ഡി എന്ന് പറയുന്നത് എത്ര വരും? ഓക്കെ, നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്കാണ് ഇതിപ്പോ എടുത്തിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 500 ഇൻറ്റു 0.87 ചെയ്തപ്പോൾ 435 ആയി. 500 ഇൻറ്റു മൈനസ് ഡി ചെയ്യുമ്പോൾ മൈനസ് 500 ഡി ആയി. ഈ ഒരു ടേം ചെയ്ത് കഴിഞ്ഞാൽ 720 ഡി ആയി. ഓക്കെ, അത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മൈനസ് 720 ഡി, ഇവിടെ മൈനസ് 500 ഡി ആണ്. അപ്പൊ 435 മൈനസ് 1220 ഡി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡി ആ വേണ്ടത്. അപ്പൊ ഡി കിട്ടാൻ വേണ്ടിയിട്ട് 435 ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ മൈനസ് 435 മൈനസ് 1220 ഡി. ഓക്കെ, മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തു.
D is equal to 435 divided by 1220. ഇപ്പോൾ 435 divided by 1220 ചെയ്ത് കഴിഞ്ഞാൽ 0.356 മീറ്റർ, ദാറ്റ് ഈസ് 356 mm എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നത്. വൺ വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം ഇവിടെ വരുന്ന എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 356 mm എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ടു വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം. ടു വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം എത്രയാണ് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് എന്നുള്ള കണ്ടുപിടിക്കാം. ഇപ്പൊ ടു വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് D/2 ഫ്രം ദ ഫേസ് ഓഫ് കോളം. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ D/2 ഡിസ്റ്റൻസ് ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് മാറിയിട്ടാണ്. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഇവിടെ ഫിഗർ വരച്ചു. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണാം. അപ്പം 2 മീറ്റർ കോളത്തിന്റെ സെൻട്രോയിഡ് ഇതൊക്കെ വരച്ചു. പക്ഷെ അതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഇതിന്റെ അകത്ത് ഓക്കെ നമുക്ക് 0.3 0.5 കോളം വന്നു. അവിടുന്ന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ട് D/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ആ ക്രിട്ടിക്കൽ സെക്ഷൻ ഞാൻ ഇതിന്റെ അകത്ത് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ 0.5 പ്ലസ് D/2 പ്ലസ് D/2, അതായത് 0.5 പ്ലസ് D. അതേപോലെ ഇവിടെ വരുമ്പോൾ 0.3 പ്ലസ് D/2 പ്ലസ് D/2 0.3 പ്ലസ് D എന്നുള്ളതാണ്. ഈ ഒരു ഫിഗർ വരയ്ക്കാലോ അല്ലെ? കറക്റ്റ് സെന്ററിൽ അല്ലാതെ കുറച്ചും കൂടി നീക്കി വരച്ചാൽ മതി. ഓക്കെ, ഫൂട്ടിങ്ങിന്റെ സെന്ററും കോളത്തിന്റെ സെന്ററും ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അതിന് വലിയ ഇമ്പോർട്ടൻസ് ടു വേ ഷിയറിന്റെ ക്രൈറ്റീരിയയിൽ ഇപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്നില്ല. ഓക്കെ, കാരണം ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷന്റെ ഏരിയ കണ്ടുപിടിക്കുക, അതുപോലെ പെരിമീറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ അകത്തും നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഫിഗർ ഞാൻ വരച്ചു. ഫിഗർ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. 2 മീറ്റർ ബൈ 2 മീറ്റർ, അതിന്റെ അകത്ത് കോളത്തിന്റെ 0.5 0.3, അവിടുന്ന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷൻ മാർക്ക് ചെയ്തു എല്ലാ സൈഡിലും ചുറ്റും വരുന്നത് കൊണ്ട്. അപ്പൊ ഈ ഒരു ഡയമെൻഷൻ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയമെൻഷൻ 0.5 പ്ലസ് D 0.3 പ്ലസ് D എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇവിടെയും ചെയ്യുന്നത് സെയിം തന്നെയാണ്. അതായത് സോയിൽ പ്രഷർ കാരണം ഇവിടെ വരുന്ന ഷിയർ ഫോഴ്സ് എത്ര എന്നുള്ള ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ ഈ ഒരു സെക്ഷന് ഈ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എത്ര എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ആദ്യം ഇവിടെ ആക്ച്വലി വരുന്ന അതായത് സോയിൽ പ്രഷർ കാരണം വരുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ VU ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ VU എന്ന് പറയുമ്പോൾ PU ഇൻറ്റു ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? 2 × 2 ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഏരിയ കിട്ടും. അതിന്റെ അകത്ത് എന്ത് ചെയ്യണം? 0.5 പ്ലസ് D ഇൻറ്റു 0.3 പ്ലസ് D, അതായത് ഈ ഏരിയ മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ 2 × 2 മൈനസ് 0.5 പ്ലസ് D ഇൻറ്റു 0.3 പ്ലസ് D ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആയി. അപ്പം VU is equal to 250 into ഷെയ്ഡഡ് പോർഷൻ ഏരിയ എന്ന് പറയുന്നത് 2 × 2, that is 2 square minus 0.3 plus D into 0.5 plus D. അപ്പോൾ VU is equal to 250 into 2 square എന്ന് പറയുമ്പോൾ 4 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്തു, ഉള്ളിലേക്ക് ബ്രാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 0.15 പ്ലസ് 0.3D പ്ലസ് 0.5D പ്ലസ് D സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ VU is equal to സിമ്പിൾ മാത്സ് ആണ് 250 into 4 മൈനസ് ഉള്ളിലേക്ക് എടുത്തു, മൈനസ് 0.15 മൈനസ് 0.3D മൈനസ് 0.5D മൈനസ് D സ്ക്വയർ. ഓക്കെ, ഇനി കോമൺ ആയിട്ട് ഡിന്റെ ടേംസ് ഉണ്ട്, അതൊക്കെ ഒന്നിച്ചാക്കി. അപ്പൊ VU is equal to 250 into ഇത് രണ്ടും മൈനസ് ചെയ്തു, 4 മൈനസ് 0.15 3.85 മൈനസ് 0.3D മൈനസ് 0.5D, അതായത് മൈനസ് 0.8D മൈനസ് D സ്ക്വയർ കിലോ ന്യൂട്ടൺ എന്നുള്ള രീതിയിൽ കിട്ടും VU. ഇനി ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് EC, ദാറ്റ് ഈസ് KS into tau C into AP എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട്, അതായത് ഷോർട്ടർ സൈഡ് ബൈ ലോങ്ങർ സൈഡ് എന്നുള്ളതാണ് നമ്മുടെ റേഷ്യോ KS വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ 1 ആണ് KS വാല്യൂ. അതുപോലെ tau C വാല്യൂ എന്ന് പറയുന്നത് 0.25 റൂട്ട് FCK. ഓക്കെ, 0.25 റൂട്ട് FCK എന്ന് പറയുമ്പോൾ 20 റൂട്ടാണ്, ദാറ്റ് ഈസ് 1.118 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടും tau C വാല്യൂ. ഇനി AP വേണം. AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷന്റെ ലെങ്ത് ആണ് അല്ലെ, അതായത് ആ ക്രിട്ടിക്കൽ സെക്ഷന്റെ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം 0.5 പ്ലസ് D പ്ലസ് 0.3 പ്ലസ് D പ്ലസ് 0.5 പ്ലസ് D പ്ലസ് 0.3 പ്ലസ് D, അല്ലെങ്കിൽ 2 into 0.5 പ്ലസ് D പ്ലസ് 0.3 പ്ലസ് D എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പം AP എന്ന് പറയുന്ന പെരിമീറ്റർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ ഇൻറ്റു D. ഓക്കെ, പെരിമീറ്റർ ഇൻറ്റു D റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡെപ്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് ഏരിയ കിട്ടുന്നത്. പെരിമീറ്റർ കണ്ടുപിടിക്കുന്നതാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പം AP നമുക്ക് 2 into
0.3 പ്ലസ് ടി പ്ലസ് 0.5 പ്ലസ് ടി. ഓക്കെ, ഞാനിപ്പം പറഞ്ഞതുപോലെ എടുത്തു ഇൻറ്റു ഡി. അപ്പൊ ഇവിടെ 0.3 പ്ലസ് 0.5 ഇത് ആഡ് ചെയ്യാം, ഡിന്റെ ടേമും ഇവിടെ ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു 0.3 പ്ലസ് 0.5 0.8 പ്ലസ് 2d ഇൻറ്റു ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.8 ഡി, ഈ ഡി ഉള്ളിലേക്ക് എടുത്തു, പ്ലസ് 2d സ്ക്വയർ. ഓക്കെ, അപ്പൊ ബി സി ഇസ് ഈക്വൽ ടു ബി സി എന്ന് പറയുന്നത് കെ എസ് ഇൻറ്റു ടോ സി ഇൻറ്റു എ പി. ടോ സി വാല്യൂ 1.118 ആണ്, അത് ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ്, അതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കും, ഇൻറ്റു 10⁻³ ചെയ്തു, ഇൻറ്റു എ പി 2 ഇൻറ്റു 0.8 ഡി പ്ലസ് 2d സ്ക്വയർ. ഓക്കെ, അപ്പൊ വി സി ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്തു 2236 ഇൻറ്റു 0.8 ഡി പ്ലസ് 2d സ്ക്വയർ എന്നുള്ള രീതിക്ക്. ഇനി വിയും വി സിയും തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇക്വേഷൻ കിട്ടും. 250 ഇൻറ്റു 3.85 മൈനസ് 0.8 ഡി മൈനസ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2236 ഇൻറ്റു 0.8 ഡി പ്ലസ് 2d സ്ക്വയർ. അപ്പൊ ഇവിടെ 250 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 2236 ഡിവൈഡ് ബൈ 250 ചെയ്താൽ 8.994 കിട്ടും, ഇൻറ്റു 0.8 ഡി പ്ലസ് 2d സ്ക്വയർ. ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ടേം 3.85 മൈനസ് 0.8 ഡി മൈനസ് ഡി സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു 8.994 ഇൻറ്റു 0.8 ഡി 8.994 ഇൻറ്റു 2d സ്ക്വയർ. ഓക്കെ, ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ആൻസേഴ്സ് ആണ് കിട്ടുക. 7.1552 ഡി പ്ലസ് 17.988 ഡി സ്ക്വയർ. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം ഒന്നിച്ചു കൊണ്ടുവരാം, ഡി സ്ക്വയർ ഉള്ളത് ഒന്നിച്ചു കൊണ്ടുവരാം, ഡി ഉള്ളത് ഒന്നിച്ചു കൊണ്ടുവരാം, കോൺസ്റ്റന്റ് ടേം ഒക്കെ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ മൈനസ് ടി സ്ക്വയർ എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 17.988 പ്ലസ് ടി സ്ക്വയർ എന്നാവും. അപ്പൊ 18.988 ടി സ്ക്വയർ പ്ലസ് ഇവിടെ 7.1552 ഡി ഉണ്ട്, അതിന്റെ കൂടെ 0.8 ഡി ആഡ് ആവും. അപ്പൊ 7.9552 ഡി എന്നുള്ള രീതിയിൽ വരും. 3.85 പ്ലസിലാണ്, ഇപ്പുറത്തേക്ക് വരും മൈനസിലും, ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഡി ഈസ് ഈക്വൽ ടു 0.287 മീറ്റർ ദാറ്റ് ഈസ് 287 mm എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പൊ 2-way ഷിയർ ക്രൈറ്റീരിയ പ്രകാരവും നമുക്കിവിടെ ഡെപ്ത് ആയി, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇവിടെ വരുന്നില്ല. രണ്ട് കേസിലും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 1-way ഷിയർ ക്രൈറ്റീരിയ പ്രകാരമാണെങ്കിൽ 0.356 മീറ്റർ അല്ലെങ്കിൽ 356 mm എന്നുള്ള രീതിയിലാണ് 1-way ഷിയർ ക്രൈറ്റീരിയ പ്രകാരം. 2-way ഷിയർ ക്രൈറ്റീരിയ പ്രകാരമാണെങ്കിൽ 287 mm അല്ലെ, ഡി ഈസ് ഈക്വൽ ടു 0.287 മീറ്റർ അല്ലെങ്കിൽ 287 mm എന്നുള്ള രീതിയിലാണ്. Okay, അപ്പം by bending moment criteria, the critical section is at the face of the column. കോളത്തിന്റെ ഫേസിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരിക എന്നുള്ളത് അറിയാം. ഇതാണ് ഇവിടെ കോളത്തിന്റെ ഫേസ് എന്ന് പറയുന്നത് 0.5 0.3. കോളത്തിന്റെ ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. കോളത്തിന്റെ ഫേസ് നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് ഫിഗർ വരച്ചപ്പം നമുക്കറിയാം 0.87 എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 2 മീറ്റർ. അപ്പം ഇവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പി യു ഇൻറ്റു അല്ലെ, പി യു ഇൻറ്റു ഇതിന്റെ ഏരിയ, അതായത് 0.87 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ കിലോ ന്യൂട്ടണിലായി, ഇൻറ്റു ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഫേസ് ഓഫ് ദ കോളത്തിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് 0.87/2. ഇത്രയേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല ബെൻഡിങ് മൊമെന്റ് കിട്ടാൻ മാക്സിമം. അതായത് പി യു ഇൻറ്റു ഈ ഏരിയ ഷെയ്ഡഡ് പോർഷൻ 2 ഇൻറ്റു 0.87. ഓക്കെ, കിലോ ന്യൂട്ടണിലായി ഇൻറ്റു 0.87/2. അത് ചെയ്താൽ നമുക്ക് അവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. ഓക്കെ, എം യു ഇസ് ഈക്വൽ ടു ഇവിടെ പി യു എന്ന് പറയുന്നത് 250 ആണ്, ഇൻറ്റു 0.87 ഇൻറ്റു 2 ഇൻറ്റു 0.87/2. ഓക്കെ, 189.225 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ വാല്യൂ ആയിട്ട് എം യു ലിമിറ്റിന്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക അല്ലെ, എന്നിട്ട് കറസ്പോണ്ടിങ് കിട്ടുന്ന ഡെപ്ത് എടുത്താൽ മതി, ഇത്രേ ഉള്ളൂ. ഇപ്പൊ എം യു ഇസ് ഈക്വൽ ടു ഇവിടെ എഫ് സി കെ 20 ആൻഡ് എഫ് ഇ 415 ആണ്. അപ്പോൾ എഫ് ഐ 415ന്റെ വാല്യൂ ബേസ് ചെയ്തിട്ട് ലിമിറ്റിംഗ് എം യു ലിമിറ്റിന്റെ ഇക്വേഷൻ വരുന്നത് 0.138 എഫ് സി കെ ബി ഡി സ്ക്വയർ ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഓക്കെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 189.225 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതാണ്. അപ്പൊ അത് എം യു ലിമിറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് എം യു ഇസ് ഈക്വൽ ടു എം യു ലിമിറ്റിന്റെ ഇക്വേഷൻ എഫ് ഇ 415 ആയതുകൊണ്ട് 0.138 എഫ് സി കെ ബി ഡി സ്ക്വയർ ആണ്. അപ്പോൾ 189.225 ഇൻറ്റു 10⁻6 ഈസ് ഈക്വൽ ടു 0.138 എഫ് സി കെ ബി ഡി സ്ക്വയർ. ഓക്കെ, ഇവിടെ ഡി സ്ക്വയർ ആണ്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 189.225 ഇൻറ്റു 10⁻6 ഡിവൈഡ് ബൈ 0.138 ഇൻറ്റു 20 ഇൻറ്റു 2000 എന്നുള്ള രീതി കിട്ടും. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 185.14 mm എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 3 ഡെപ്ത് ആയി. ഒന്ന്, നമുക്ക് 1-way ഷിയർ ക്രൈറ്റീരിയ പ്രകാരം റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് 356 mm ആണ്. അതായത്
0.356 മീറ്റർ. രണ്ടാമത്തത് 2-വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം 287 mm, അതായത് 0.287 മീറ്റർ. മൂന്നാമത്തെ കേസിൽ 185.14 mm, അതായത് 0.185 മീറ്റർ എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 356 mm, അതായത് 0.356 മീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് 356 കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാം. Therefore D is equal to 356 മീറ്റർ. അപ്പോൾ ഞാനിവിടെ ക്ലിയർ കവർ 75 mm അതുപോലെ ബാറിന്റെ ഡയ 16 അസ്യൂം ചെയ്യണം. ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 356 + 75 + 16/2. ഓക്കെ, അപ്പം 356 + 75 + 16/2 എന്ന് പറയുന്നത് 439 mm എന്നുള്ള രീതി കിട്ടും. അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് 500, ഓക്കെ 450 എടുത്താലും കുഴപ്പമില്ല, 500 വരെ മാക്സിമം പോവാം. അപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 500 mm എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തു ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഓവറോൾ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫക്റ്റീവ് ഡെപ്ത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ D പ്രൊവൈഡഡ് ഈസ് ഈക്വൽ ടു 500 - 75, കവർ മൈനസ് ചെയ്തു, മൈനസ് ബാറിന്റെ ഡയന്റെ ഹാഫ് 16/2 ചെയ്ത് കഴിഞ്ഞപ്പോൾ 417 mm എന്നുള്ള രീതിയിൽ കിട്ടി. ഓക്കെ, ഇതാണ് എഫക്റ്റീവ് ഡെപ്ത് പ്രൊവൈഡ് ചെയ്യുന്ന എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ഇനി നമുക്ക് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഇപ്പം ഡിസൈൻ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റെപ്പ് നമ്പർ 5. Since the cantilever projection on all the 4 faces of the column are approximately equal, same reinforcement for maximum projection may be provided in both directions. അപ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അതായത് ആ ഫേസ് ഓഫ് ദ കോളത്തിന് രണ്ട് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വലിയൊരു ഡിഫറൻസ് ഇല്ല, ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ച ഫിഗർ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് 0.87 ആണെങ്കിൽ ഈ ഒരു സൈഡിൽ എത്ര ഉണ്ടാവും, ഈ ഒരു സൈഡിൽ എത്ര ഉണ്ടാവും നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? അതായത് ഇവിടം വരെ 1 മീറ്റർ ആണ് അല്ലെ, 1 മീറ്റർ ആണ്. 1 മീറ്ററിന്റെ അകത്തുനിന്ന് നമുക്ക് 0.25 മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ 1 - 0.25 + 0.12 മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പോൾ 1 - 0.25 - 0.12 എന്നുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള പ്രൊജക്ഷൻ കിട്ടും. അത് 0.63 ആണ് ഈ ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. അതുപോലെ അതായത് ഈ കോളത്തുനിന്ന് ഇങ്ങോട്ടേക്കുള്ള എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ 0.87 ആണ്. അതായത് വലിയൊരു ഡിഫറൻസ് ഇല്ല. വലിയൊരു ഡിഫറൻസ് മീൻസ് നമുക്ക് ഇവിടെ ഈ മാക്സിമം വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് യൂണിഫോം ആയിട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, വല്ലാത്ത ഡിഫറൻസ് വരികയാണെങ്കിൽ, ഓക്കെ നല്ല രീതിയിലുള്ള ഡിഫറൻസ് വരികയാണെങ്കിൽ, ഏകദേശം നല്ല രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1 മീറ്റർ ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ കേസ് സ്പെഷ്യൽ കേസിലൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ റീഇൻഫോഴ്സ്മെന്റ് അളവ് രണ്ട് ഡയറക്ഷനിലും നമ്മൾ അതായത് അതിനനുസരിച്ചിട്ട് മാറ്റമുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളൂ. അല്ലാത്ത എല്ലാ സൈഡിലേക്കും, അതായത് ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും ഏകദേശം എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു സൈഡും ഏകദേശം ഈ 0.87 കറസ്പോണ്ടിങ് ആയിട്ട് അടുത്തടുത്ത് തന്നെയാണ് കിട്ടുന്നത്. എല്ലാ സൈഡിലേക്കുള്ള ആ പ്രൊജക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്, വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ യൂണിഫോം ആയിട്ടുള്ള രീതി തന്നെ പ്രൊവൈഡ് ചെയ്യാം റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ സ്ക്വയർ ഫൂട്ടിംഗ് ആണ് എടുത്തിട്ടുള്ളത്, സ്ക്വയർ ഫൂട്ടിംഗ് ആണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം വലിയൊരു വ്യത്യാസം അവിടെ ആ ഒരു പ്രൊജക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് രണ്ട് ഡയറക്ഷനിലും നമുക്ക് ഒരുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ D ഫോർ ബോട്ടം ലെയർ എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 417 ആണ്. അപ്പൊ ടോപ്പ് ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന പോലെ 417 - 16/2 - 16/2 ടോപ്പിലുള്ള ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, അത് 401 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് അതിന്റെ ആവറേജ് D എടുക്കാം. 417 + 401 / 2, അപ്പൊ 409 mm എന്നുള്ള രീതി കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 409 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം mu 189.225 × 10⁶ is equal to 0.87 × 415 × AST × 409 D. ഓക്കെ, 1 - FY AST / B 2000 ആണ്, 2 മീറ്റർ ആണ്. ഓക്കെ, 2000 × D FCK. ഓക്കെ, 409 × 20 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST is equal to 1326 mm² എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പോൾ AST മിനിമം കണ്ടുപിടിക്കുക 0.12% BD, 0.12/100 × 2000 × 500, that is 1200 mm². PT assumed for one way shear 0.25 ആയിരുന്നു. അപ്പം AST എന്ന് പറയുന്ന 0.25% എന്ന് പറയുമ്പോൾ 0.25/100 × 2000 × 409. അപ്പോൾ ഇവിടെ 1200
ഇവിടെ 2045, ഇവിടെ നമുക്ക് റിക്വയർഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന 1326 ആണ് അല്ലെ. ഇതിലേതാ വലുത്? 2045 ആണ്. മിനിമത്തിനേക്കാൾ ഈ വാല്യൂ കൂടുതലാണെങ്കിലും എന്നാൽ നമ്മൾ വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് അസ്യൂം ചെയ്ത വാല്യൂവിനേക്കാളും കുറവാണ് 1326 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺ വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീൽ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അത് റിക്വയർഡ് AST ആയിട്ട് എടുക്കാം. അപ്പോൾ AST റിക്വയർഡ് ഈസ് ഈക്വൽ ടു 2045 mm². അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്പേസിംഗ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സ്പേസിംഗ് ഓഫ് 16 mm ഡയമീറ്റർ ബാർസ് ഈസ് ഈക്വൽ ടു B AS ഡിവൈഡ് ബൈ AST. ഇവിടെ B എന്ന് പറയുന്നത് 2000 ആണ്. 2000 ഇൻറ്റു 16 mm ഡയാബാറിന്റെ ഏരിയ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സ്റ്റീൽ റിക്വയർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 196 എന്നുള്ള രീതിയിൽ കിട്ടി. അത് റൗണ്ട് ചെയ്തിട്ട് 190 mm സ്പേസിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്. Therefore, provide 16 mm diabars at 190 mm center to center in both direction, അല്ലെങ്കിൽ 180 mm center to center എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് റൗണ്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഏരിയ ഓഫ് സ്റ്റീൽ, മെയിൻ സ്റ്റീൽ രണ്ട് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. 16 mm ഡയാബാസ് at 190 mm center to center എന്നുള്ള രീതിയിലാണ്. ഇനി അടുത്തത് സ്റ്റെപ്പ് 6 ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത് ആണ്. അപ്പൊ ആദ്യം LD റിക്വയർഡ് കണ്ടുപിടിക്കുക. ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർഡ് 0.87 ഇൻറ്റു FI ഇൻറ്റു ഡയ ഡിവൈഡ് ബൈ 4 ഇൻറ്റു ടോപ്പ് ED അല്ലെ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് EDന്റെ കൂടെ 60% എക്സ്ട്രാ എടുക്കണം. അതാണ് 1.6 എടുത്തിരിക്കുന്ന HYSD ബേസ് ആയതുകൊണ്ട്. LD റിക്വയർഡ് എന്ന് പറയുന്നത് 752.2 mm ആണ്. അവിടെ 752 mm എങ്കിലും അവിടെ ഡെവലപ്മെന്റ് ലെങ്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എത്രയാന്നുള്ളത് നോക്കാം. അവൈലബിൾ ആയിട്ടുള്ള നോക്കുന്നത് മിനിമം ആ പ്രൊജക്ഷനുള്ള സൈഡിന് കറസ്പോണ്ടിങ് ആയിരിക്കണം. അതായത് മിനിമം കോളത്തിന്റെ ഫേസ് നിന്ന് വരുന്ന ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വലിയ സൈഡിൽ ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ആ മിനിമം സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ മിനിമം സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ചെറുത് വരുന്നത് ഇതാ അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കി, ഇത് 0.63 ഇത് 0.87 ആണ് അല്ലെ. നമ്മൾ ആദ്യം വരച്ച ഫിഗർ പ്രകാരം നോക്കുവാണെങ്കിൽ അല്ലെ, ഇത് 0.87 ആണെങ്കിൽ ഇപ്പുറത്ത് വരുന്നത് 0.63 എന്നുള്ളത് ഞാനിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ഈ ഫൂട്ടിങ്ങിന്റെ ഈ കോളത്തിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ ഓക്കെ എത്രയാ വരിക? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് വേണ്ട അല്ലെ, ആ കോളത്തിന്റെ ഫേസ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ കോളത്തിന്റെ ഫേസിന് അവൈലബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 0.63 ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിന്റെ അകത്തുനിന്ന് നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന കവർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വളരെ കുറവേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ട് വേണ്ടത് 752 mm ആണ്. ഓക്കെ, എന്നാൽ അവിടെയുള്ള മിനിമം അവൈലബിൾ എന്ന് പറയുന്നത് 0.63 മൈനസ് 0.075 ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇപ്പം 0.88 മൈനസ് 0.25 എന്ന് പറഞ്ഞെടുത്തത് ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ്. അതായത് ഇവിടം തൊട്ട് ഇതുവരെ 1 മീറ്റർ ആണ്. ഇവിടം തൊട്ട് ഇതുവരെ 1 മീറ്റർ ആണ്. അപ്പൊ 1 മീറ്ററിന്റെ അകത്തുനിന്ന് 0.12 മൈനസ് ചെയ്യുക, 0.25 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0.60 എന്നുള്ള രീതി കിട്ടും. ഓക്കെ, 1 മൈനസ് 0.12 മൈനസ് 0.25 0.63. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 0.63 ആണ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 0.88 എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നത് അതാണ്. 0.88 ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, മൈനസ് 0.25 മൈനസ് 0.075 കവർ ചെയ്തപ്പോൾ 0.555 മീറ്റർ എന്നുള്ള രീതിയാണ് കിട്ടുക. അതായത് 1 മൈനസ് 0.12 മൈനസ് 0.25 മൈനസ് 0.075 കവറിന്റെ ചെയ്ത് കഴിഞ്ഞാൽ 0.555 എന്നുള്ള രീതി കിട്ടും. അപ്പം 555 നോട്ട് ഓക്കെ ആണ് അല്ലെ. ശരിക്കും ഇവിടെ 752 ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, 555 ആണ്. അത് പോരല്ലോ, നമുക്ക് ഇനിയും കൂടുതൽ വേണം. അപ്പം ഡെവലപ്മെന്റ് ലെങ്ത് റിക്വയർഡ് ആയിട്ടുള്ളത് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ബാർ ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഞാനിവിടെ അപ്പൊ 90 ഡിഗ്രി ബെൻഡ് ചെയ്യണം. 90 ഡിഗ്രി ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ 8 ഇൻറ്റു ഡയ എന്ന് പറയുന്ന വാല്യൂ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി മേലോട്ടും കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ശരിക്കും ഈ ഒരു 752.2 mm മിനിമം അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ ഡെവലപ്മെന്റ് ലെങ്ത്
സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാസ് ബെൻഡ് ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ അവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം therefore all the bars may be bent up 90 degree at the free end for the full depth of footing. അപ്പൊ സിമെട്രിക്കൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്, രണ്ട് സൈഡിലും എന്ത് ചെയ്യണം, ഈ ബെൻഡ് ചെയ്തിട്ട് ഒരുപോലെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. all the bars may be bent up 90 degree at the free end for the full depth of footing. ആ ഫുൾ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബാർ 90 ഡിഗ്രി ബെൻഡ് ചെയ്യാം. ഫിഗർ ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ തന്നെ ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ആവുന്നുള്ള രീതിയിലാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം 8 ഇൻറ്റു ഡയ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 8 ഇൻറ്റു ഡയ എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 16 ആയിരിക്കും. 128 ലെങ്ത് ഈ ബെൻഡ് ചെയ്തിട്ടുള്ള ലെങ്ത് ഉണ്ടാവും. അതിനുശേഷം ബാക്കി എത്രയാണോ അവൈലബിൾ, അതായത് എത്രയാണോ ആ 752 കൂടുതൽ വരാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആ ലെങ്ത്തും കൂടി ഇവിടെ കൊടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ലെങ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ടോട്ടൽ 500 ആണ്, അപ്പോൾ ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും 75 മാറിയാൽ അവിടെ 350 അവൈലബിൾ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 555 പ്ലസ് ആ 350 ഫുൾ ലെങ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേണ്ട 752 കൂടുതൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എഴുതിയാലും മതി. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. all the bars may be bent up 90 degree at the free end for the full depth of footing. ഫുൾ ഡെപ്തിൽ, അതായത് 75 ഇവിടെ കുറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു 350 കറസ്പോണ്ടിങ് ആയിട്ട് ഫുൾ ഡെപ്തിൽ അവിടെ ബാർ ബെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കോളത്തു നിന്നുള്ള റീഇൻഫോഴ്സ്മെന്റ് കാണിച്ചു. ഇവിടെ ബോട്ടത്തിലുള്ള ബാർ ബെൻഡ് ചെയ്തിട്ട് ടോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് ഇവിടെ ഡെവലപ്മെന്റ് ലെങ്ത് സാറ്റിസ്ഫൈ ആയി ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുമ്പോൾ. പിന്നെ രണ്ട് ബാറും എന്ന് പറയുന്നത് 16 mm ഡയാബാസ് അറ്റ് 190 mm സെന്റർ ടു സെന്റർ ആണ് രണ്ട് ഡയറക്ഷനിലും. ഓക്കെ, ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 500 mm ആണ്, അത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലാൻ വരച്ചു. 2 മീറ്റർ ഇവിടെ കോളത്തിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ രണ്ട് ഡയറക്ഷനിലും ഈ റീഇൻഫോഴ്സ്മെന്റ് 16 mm ഡയ 190 mm സെന്റർ ടു സെന്റർ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതില് വരുന്ന മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കോളവും ആ ഫൂട്ടിങ്ങിന്റെ ആ ലൊക്കേഷൻ ആണ്. ഓക്കെ, എത്രയാണ് എക്സെൻട്രിസിറ്റി വന്നിട്ടുള്ളത്. അപ്പൊ ആ ഫൂട്ടിങ്ങിന്റെ സെൻട്രോയിഡിന് ആ കോളത്തിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആ കോളത്തിൽ വരുന്ന എക്സെൻട്രിസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാൻ. അത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ബാക്കിയുള്ളതിലൊന്നും മാറ്റമില്ല. ബാക്കി നമ്മൾ സ്ക്വയർ ആയാലും റെക്ടാങ്കുലർ ആയാലും ഒക്കെ നോർമലി ഉള്ള കേസിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനായിട്ട്.